നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തി. പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത്. അർത്തുങ്കൽ തൈക്കലിൽ പ്രവർത്തിക്കുന്ന ബാർ അജ്ഞാതർ അടിച്ചു തകർത്തു. ഞായറാഴ്ച രാത്രി 8 മണിക്കായിരുന്നു അക്രമം. മാരാരിക്കുളത്ത് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം. ജനങ്ങൾ റോഡിൽ വാഴയും മാറാമ്പും വെച്ച് പ്രതിഷേധിച്ചു. വളവനാട് പ്രദേശത്ത് കുടിവെള്ളമില്ലാത്തതിൽ പ്രതിഷേധം. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. വിശദമായ വാർത്തകൾ. ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺസുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തി. മധ്യവയസ്കന്റെ കൊലപാതകത്തിൽ അയൽവാസിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിന് അധികം ദൂരെയല്ലാത്ത ആളൊഴിഞ്ഞ സ്ഥലത്ത് ശനിയാഴ്ചയാണ് ദിനേശന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ചു. ഞായറാഴ്ച മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. വൈദ്യുത ആഘാതമേറ്റതാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അസ്വാഭാവിക മരണത്തിന് പുന്നപ്ര പോലീസ് കേസും എടുത്തിരുന്നു. ആദ്യ അന്വേഷണത്തിൽ തന്നെ മൃതദേഹം കിടന്ന സ്ഥലത്ത് വൈദ്യുത ആഘാതമേൽക്കുവാനുള്ള സാധ്യതയില്ലെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്നാണ് അയൽവാസിയായ കിരണിലേക്ക് അന്വേഷണം എത്തിയത്. അർത്തുങ്കൽ തൈക്കലിൽ പ്രവർത്തിക്കുന്ന ബാർ അജ്ഞാതർ അടിച്ചു തകർത്തു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. അർത്തുങ്കലിന് സമീപമുള്ള ബാറിലായിരുന്നു സംഭവം. വാൾ ഉൾപ്പെടെ മാരക ആയുധങ്ങളുമായി എത്തിയായിരുന്നു ആക്രമണം. 4 സംഘം ബാർ അടിച്ചു തകർത്തു. മദ്യക്കുപ്പികളും അടിച്ചു തകർത്തു. ഒരു 4 പേര് പടിവാളുമായിട്ട് ഓടി അകത്തായിട്ട് കയറി. ലോക്കൽ ബാറിൽ വടക്കേ വാതിൽ തട്ടി അകത്തായിട്ട് കയറി. അവരൊരു ഭീകര അന്തരീക്ഷം അവിടെ ഈ പടിവാള് മേലാട്ട് ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ഞങ്ങളുടെ കൗണ്ടറിൽ വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ വന്നവരെല്ലാം പേടിച്ച് വിറച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടി. അതിനുശേഷം അവർ ഓടിപ്പോയി നമ്മുടെ ലോക്കൽ ബാറിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന മദ്യത്തിന്റെ അകത്താട്ട് ചാടി കയറി. കൗണ്ടറിൽ കയറിയിട്ട് അതെല്ലാം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊളിച്ച് ശരിക്കും കുറെ കുപ്പികൾ പൊട്ടിച്ചു കളയുകയും കുറച്ചവരെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഞങ്ങളുമായിട്ട് നാളിതുവരെ യാതൊരുവിധ പിണക്കോ വരുവോ ഒന്നും ഇല്ലാത്തവര്, നാളിതുവരെ ഞങ്ങളുമായിട്ട് ഇതിനു മുമ്പ് ഒരു വഴക്കിന്റെ ലക്ഷണം ഒന്നും തരാത്തവര്, എന്താണ് ഇങ്ങനെ ഒരു ഛേദോപകാരം ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസ് തക്ക സമയത്ത് വന്നത് കൊണ്ട് അവർ ആ സമയത്ത് അവിടെ മാറുകയും രാത്രി പോലീസ് പോയി പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ചിലരെ കസ്റ്റഡി എടുത്തിട്ടുണ്ടെന്നൊക്കെ. CA മത്സാറാണ്, നല്ല ഭംഗിയായിട്ട് അത് പുള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല പോലീസിന്റെ സേവനം നന്നായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് പിന്നൊരു ശൈത്യത്തിന് വന്നില്ല. ഞങ്ങൾക്ക് നല്ലൊരു നഷ്ടമുണ്ട് ഇതിനകത്ത്. മാരാരിക്കുളത്ത് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം. ജനങ്ങൾ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. രോഗം വന്ന് കിടന്ന് ചാകുന്നതല്ലാതെ ഉണ്ട്. ആരും വരികയില്ല, വണ്ടിയെടുക്കാൻ കൊണ്ടുപോകല. വീട്ടിൽ കിടന്നു തന്നെ രോഗം വന്ന് സുഖമാകാതെ ദൈവം വിളിക്കാതെ തന്നെ മരിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ 4ഉം 3ഉം ഒക്കെ കല്ലിരിപ്പുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല.
നിരവധി സ്കൂൾ കുട്ടികൾ ദിവസേന ഈ റോഡ് വഴി സൈക്കിളിൽ നിന്നും വീഴുന്നുണ്ട്. ആശുപത്രി ആവശ്യങ്ങൾക്കും ദൂരെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വീട്ടിലേക്കെത്താനും ഈ റോഡാണ് ഏക ആശ്രയം. രോഗം വന്ന് കിടന്നു ഞാൻ കിടന്ന് ചാകുന്നതല്ലാതെ ഉണ്ട്. ആരും വരികയില്ല, വണ്ടിയെടുക്കാൻ കൊണ്ടുപോകല. വീട്ടിൽ കിടന്നു തന്നെ രോഗം വന്ന് സുഖമാകാതെ ദൈവം വിളിക്കാതെ തന്നെ മരിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ 4 3 ഒക്കെ കല്ലിരിപ്പുണ്ട്. വന്ന വണ്ടിയെല്ലാം മറിഞ്ഞും വീഴും. ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ പോലും ആരും വരികയില്ല. ചന്തയിൽ ചെന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലും നമുക്ക് തലയ്ക്ക് ചുമന്നുകൊണ്ട് വരാൻ പറ്റിയല്ല. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചാൽ ആരും വരാൻ മടിക്കുന്നു. കാരണം റോഡിൻ്റെ അവസ്ഥ അതാ. കുറേ കാലങ്ങൾ മുതൽ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. റോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഇതിൽ കൂടെ BJP-ക്കാർ പോകുന്നുണ്ട്, CPM-കാർ പോകുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പോകുന്നുണ്ട്. പക്ഷേ ഇത് ആരുമല്ലല്ലോ. ഒരു ഓട്ടോറിക്ഷക്കാർ നമ്മൾ ചന്തയെന്ന് വിളിച്ച് ആശുപത്രിയിൽ, എൻ്റെ അമ്മയാണെങ്കിൽ 86 വയസ്സുണ്ട്. ഒരു ഓട്ടോ വിളിച്ചാൽ വരുത്തില്ല. വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാവിക്കൊണ്ട് കിടക്കുന്ന രോഗികളില്ല. ഇത് ആരെ വന്നാലും റോഡ് ശരിയാക്കണമെന്നല്ല. ഈ 15-ാം വാർഡിലുള്ള റോഡുകളിൽ ഏറ്റവും ആദ്യം വന്ന റോഡാണിത്. 1982 വന്ന റോഡാണ്. ഇതുവരെ ഇതിൽ മെയിൻ്റനൻസ് ചെയ്തില്ല. ഇതിൻ്റെ 4 ഭാഗം റോഡുകൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് വേറൊന്നുമല്ല. എല്ലാ ആൾക്കാരും ഇതിൽ കൂടെ അല്ലേ പോകണത്. രാഷ്ട്രീയമല്ലല്ലോ. എല്ലാ ആൾക്കാരും റോഡിൽ കൂടെ പോകണം. നമ്മുടെ പെങ്ങാമാർക്കൊക്കെ അസുഖങ്ങളുണ്ടായി. ഒരുപാട് പേര് കിടപ്പ് രോഗികൾ ഒരുപാടുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ വരുത്തില്ല. റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് റോഡിൽ മാറാമ്പും വാഴയും വെച്ച് പ്രതിഷേധിച്ചത്. അവരങ്ങ് പോകും. പിന്നെ ഇത് പൊളിഞ്ഞ് ഈ കിടപ്പ് വർഷങ്ങളായിട്ട് കിടക്കണം. ഇപ്പൊ വീട്ടിലേക്ക് സാധനം എടുക്കാൻ തന്നെ ഓട്ടോക്കാരെ വിളിച്ചാൽ ഇതിന് മുമ്പുള്ള പൊളിച്ചിരി സമയത്തും ഓട്ടോക്കാർ പാത്തു നിൽക്കും. പരിചയമുള്ളവരൊക്കെ വരത്തില്ല. പിന്നെ സഹി കിട്ട ആരെങ്കിലും ഒക്കെ പിടിച്ച് മറ്റു റോഡേ കൂടെ വേണം ഇവിടെ എത്തിക്കാൻ. ഞങ്ങളുടെ വളവനാട് പ്രദേശത്ത് കുടിവെള്ളമില്ലാത്തതിൽ പ്രതിഷേധം. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. വളവനാട് സ്വയംപ്രഭ പെരുമന പ്രദേശത്ത് കുടിവെള്ളമില്ല. കുടിവെള്ളം മുടങ്ങിയിട്ട് മാസം 1 കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതെ ജല അതോറിറ്റി. വളവനാട് സ്വയംപ്രഭ പെരുമന പ്രദേശത്തെ ടാപ്പുകളിലാണ് വെള്ളം കിട്ടാതെ നാട്ടുകാർ വിഷമിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതാണ്. ഞങ്ങളുടെ ഈ കുടിവെള്ളമാണിത്. ഇത് വേറെ എണ്ണയൊന്നും അല്ല. അതുപോലത്തെ അവസ്ഥയാണ് ഞങ്ങളുടെ ബോർവില്ല വെള്ളം. കുടിവെള്ളം കിട്ടിയിട്ട് തന്നെ 2 മാസമായി. അത് 3-ാം വാർഡ്, 4-ാം വാർഡ്, 5-ാം വാർഡ്, അങ്ങനെ മിക്ക വാർഡുകളിലും വെള്ളമില്ല. ഞങ്ങളുടെ അവസ്ഥ ഇത് കുറേ നാളായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ അധികാരികളുടെയൊക്കെ പറഞ്ഞിട്ടും എല്ലാവരോടും, പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റി എല്ലാവരും അറിയിച്ചിട്ട് ഞങ്ങൾക്ക് ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലോട്ട് ഇറങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ശാരീരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇത്രയും മോശമായ വെള്ളമാണ് ഞങ്ങളുടെ വെള്ളം ബോർവെല്ലിലൂടെ കിട്ടുന്നത്. കിണറുകളില്ല ഞങ്ങൾക്ക്. ഈ ബോർവെൽ വെള്ളം കുടിച്ച്, ഈ കളറിലുള്ള ഈ വെള്ളം കുടിച്ച് ഞങ്ങൾ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ പഞ്ചായത്തും ഗവൺമെൻറ്റും കൂടി ഇങ്ങനെ മോശമായ വെള്ളം തന്നു കൊന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വീട്ടിൽ പൈപ്പ് കണക്ഷൻ പോലും ഇല്ല. ഇതുവരെയും ഞങ്ങൾക്ക് കണക്ഷൻ പോലും കിട്ടിയിട്ടില്ല. ബോർവെല്ലിലെ വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരിയാണ്. വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ട്. ജല അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിൽ പലതവണ സമരം നടത്തിയിട്ടും യാതൊരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. തുടർന്നാണ് ജനങ്ങൾ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇടപെടുന്നതിന്റെ ഒരു പരിമിതിയുണ്ട്. നിങ്ങൾ തരുന്ന നിവേദനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടിയന്തരമായിട്ടൊരു കമ്മിറ്റി വിളിച്ച് ശ്രദ്ധപ്പെടുത്തിയിട്ട് വാട്ടർ അതോറിറ്റിക്ക് കൈമാറുന്നതാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ മീറ്റിംഗ് എല്ലാ മാസവും നമ്മുടെ പഞ്ചായത്തിൽ കൂടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും കൂടി, ഞാൻ കൂടി. അവരുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും അതിന്റെ ഗൗരവം മനസ്സിലാക്കി അറിയിക്കുന്നുണ്ട്. ഉടനെ തന്നെ പ്രശ്നം പരിഹരിക്കാന്നാണ് അവർ പറയുന്നത്. ഇന്ന് പഞ്ചായത്തിലേക്ക് BJP-യുടെ നേതൃത്വത്തിൽ ഒരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. നമുക്ക് പൊതുജനങ്ങൾക്ക് സമരം സംഘടിപ്പിക്കുന്നതിനും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. പക്ഷെ ഇന്ന് അവർ നടത്തിയിട്ടുള്ള ഈ ഒരു സമരം അതൊരു അനാവശ്യമായിട്ടുള്ള സമരമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം കഴിഞ്ഞ ദിവസം 6-ാം തീയതിയാണ് മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വാട്ടർ ടാങ്ക് നിർമ്മാണം പൂർത്തീകരിച്ച് അത് തുറന്ന് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട്. 6 കോടി രൂപ മുടക്കിയിട്ടാണ് ആ വാട്ടർ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാട്ടർ ടാങ്കിനോടൊപ്പം തന്നെ 36 കോടി രൂപ അനുവദിച്ചുകൊണ്ട് പ്രദേശത്ത് വാട്ടർ ലൈനുകൾ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി കൂടി ഇതിനോടൊപ്പം അംഗീകാരം വാങ്ങി വെച്ചിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് അൽമായ മുന്നേറ്റം ചേർത്തല പള്ളിപ്പുറം വൈക്കം ഫൊറോന സമിതികളുടെ നേതൃത്വത്തിൽ
ചേർത്തലയിൽ റാലിയും ജനകീയ സദസ്സും നടത്തി. സഭാ അധികാരികളും പോലീസും നീതിനിഷേധം കാട്ടുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് മർദ്ദനത്തിന് ഇരയായ വൈദികരെ ചടങ്ങിൽ ആദരിച്ചു. പള്ളിപ്പറമ്പള്ളി വികാരി ഫാദർ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് മുട്ടമ്പള്ളി മില്ലേനിയം ഹാളിൽ നടന്ന ജനകീയ വിചാരണ സദസ്സിൽ മുട്ടമ്പള്ളി വികാരി ഫാദർ ഡോക്ടർ ആന്റോ ചോരാന്തുരുത്തി പതാക ഏറ്റുവാങ്ങി. വൈക്കം ഫൊറോന വികാരി ഫാദർ ബെർക്കുമാൻസ് കൊടാക്കൽ അധ്യക്ഷത വഹിച്ചു. അൽമായ മുന്നേറ്റം അതിരൂപത പ്രസിഡന്റ് ഷൈജു ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഓർഡർ ഉണ്ടോ സർക്കാരിന്റെ ഞങ്ങൾ ഇവിടുന്ന് ഒഴിപ്പിക്കാനായിട്ട്? ഇല്ല. പിന്നെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ലായിരുന്നു, തർക്കുത്തരമായിരുന്നു. ആ തർക്കുത്തരമാണ് അവർ വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ഉന്നയിച്ചത്. ഒരു ജനാധിപത്യ സർക്കാരിന്റെ പോലീസ് നിയമപരമല്ലാതെ, നിയമാനുസൃതമല്ലാതെ, യാതൊരു പ്രകോപനവും ചെയ്യാതെ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നവരെ ഒരു മെത്രാന്റെയോ മെത്രാൻ സംഘത്തിന്റെയോ നിർദ്ദേശമനുസരിച്ച് വലിച്ചിഴക്കുകയാണെങ്കിൽ ഈ ജനാധിപത്യ സർക്കാരിന്റെ പോലീസ് ഒരു മത പോലീസാണോ? സംസ്ഥാന ബജറ്റിനെതിരെ KSSPA-യുടെ പ്രതിഷേധം. അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർത്തല സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന ബജറ്റിൽ കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, ക്ഷാമാശ്വാസ കുടിശ്ശികകൾ നൽകാതെ പരിഷ്കരിച്ച പെൻഷൻ 24 ജൂലൈയിൽ നൽകേണ്ട സ്ഥാനത്ത് പരിഷ്കരണ കമ്മീഷനെ പോലും വയ്ക്കാതെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV ഗോപി പറഞ്ഞു. KSSPA ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ചേർത്തല സബ് ട്രഷറിക്ക് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിശ്ശികയും നമുക്ക് നൽകുമെന്ന് ഉത്തരവിറക്കി അത് നൽകുന്ന ഡേറ്റുകൾ തീരുമാനിച്ചു. ട്രഷറിയിൽ നിന്ന് അത് നമുക്ക് തരാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം ഒരു ഉത്തരവിറക്കാതെ, വ്യക്തമായ ഒരു കാരണം കാണിക്കാതെ 2022 മാറ്റിവെച്ച ആ കുടിശ്ശിക നാൾ ഇതുവരെ നമ്മളുടെ കയ്യിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ അത് യാഥാർത്ഥ്യമായാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അത് അനുഭവിക്കാനോ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ പ്രതിഷേധിക്കണം. പെൻഷൻകാരുടെ അവകാശങ്ങൾ അത് അത്യന്താപേക്ഷിതമായി അടിയന്തരമായി നമുക്ക് അനുവദിച്ചു തരാൻ നമ്മുടെ തൊഴിലുടമയായ, നമ്മളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ ഗവൺമെന്റിന്റെ കടമയും കർത്തവ്യവുമാണ്. പ്രസിഡന്റ് CM ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TD രാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് B ഹരിഹരൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി. KP ശശാങ്കൻ, PO ചാക്കോ, PR പ്രകാശൻ, KJ സെലിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തണ്ണീർമുക്കം ഫെസ്റ്റിന് ബുധനാഴ്ച തുടക്കമാകും. ചാലി നാരായണപുരം ക്ഷേത്ര മൈതാനം, തണ്ണീർമുക്കം ബണ്ട് എന്നിവിടങ്ങളിലായാണ് തണ്ണീർമുക്കം ഫെസ്റ്റ് നടക്കുന്നത്. വേമ്പനാട് കായല്, തണ്ണീർമുക്കം ബണ്ട്, ഇരയിമൻ തമ്പി സ്മാരകം, മനോഹരമായ ഉൾനാടൻ കനാലുകള്, പുരാതന ക്ഷേത്രങ്ങള്, പള്ളികൾ, കളരി തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളാക്കി വികസിപ്പിക്കാവുന്ന അനേകം ഇടങ്ങൾ ഇന്ന് തണ്ണീർമുക്കത്തുണ്ട്. തണ്ണീർമുക്കത്തേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിച്ച് അതിലൂടെ പുതിയ അനേകം തൊഴിൽ സംരംഭങ്ങളെ വളർത്തിയെടുക്കുക, ഭാവി തണ്ണീർമുക്കത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ തുടക്കമായിട്ട് ഒരു ചവിട്ടുപടി എന്നോണമാണ് തണ്ണീർമുക്കം ഫെസ്റ്റ് 2025 നമ്മള് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തില് ഫെബ്രുവരി മാസം 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നടത്തുന്നത്. ഫെസ്റ്റിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ കയാക്കിംഗ്, ചെറിയ വള്ളങ്ങളിലൂടെയുള്ള യാത്ര തുടങ്ങിയവയിലൂടെ കുറെ പേർക്ക് തൊഴിൽ ലഭിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2025 ഫെബ്രുവരി മാസം 12-ാം തീയതി മുതൽ 16 വരെയാണ് തണ്ണീർമുക്കം ഫെസ്റ്റ്. പ്രധാന വേദി തണ്ണീർമുക്കത്ത് ചാലി നാരായണപുരം ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ മുൻവശമാണ്. കൂടാതെ തണ്ണീർമുക്കം ബണ്ടിന്റെ ചിറയാണ് രണ്ടാമത്തെ വേദിയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ചാലി നാരായണപുരം ക്ഷേത്ര മൈതാനിയിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. കളക്ടർ അലക്സ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. സംഘടനാ സമിതി ചെയർപേഴ്സൺ G ശശികല അധ്യക്ഷത വഹിക്കും. സെമിനാറുകൾ, ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരം, കുടുംബശ്രീ കലാമേള, ഗാനമേള തുടങ്ങി നിരവധി കലാപരിപാടികൾ 16 വരെ നീളുന്ന തണ്ണീർമുക്കം ഫെസ്റ്റിൽ നടക്കും. 16 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ചേർത്തല തെക്ക് കുന്നത്ത് ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിലെ കുംഭസംക്രമ മഹോത്സവത്തിന് തുടക്കമായി. 12-ന് ഉത്സവത്തിന് സമാപനമാകും. പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്രഭാഷക സ്റ്റേഷനായിട്ടുള്ള ശ്രീ
നയിക്കുമാണ് ഇന്ന് ആത്മീയ പ്രഭാഷണം നടത്തുന്നത്. അതുപോലെ തിരുവാതിര ത്തിന്റെ ഡാൻസ് നാട്ടിലെ കുട്ടികളുടെ ഡാൻസ് ഉണ്ട്. പിന്നെ അന്നും അതുപോലെ തന്നെ 1-ാം തീയതി ഗംഭീരമായിട്ടുള്ള ആകാശ കാഴ്ചകളുണ്ട്. സർക്കാരിന്റെ പോലീസിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടുള്ള പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ആകാശ കാഴ്ചകളാണ് ഈ ചേരുവാരങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം തിരുവിടുത്തമുണ്ട്. ധാരാളം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ മഹത്തായിട്ടുള്ള ഒരു പരിപാടിയാണ് തിരുവിടുത്തം. എല്ലാ ഉത്സവത്തിനും അവസാന ദിവസം നടത്തുന്നതാണ്. അതും ഗംഭീരമായ പ്ലാനിങ് നടത്തുന്നത്. അന്ന് തന്നെയാണ് നമ്മുടെ ശ്രീഹരി നയിക്കുന്നത് ഞാറ്റുപാട്ട് ഫോർ പ്രകാശം അന്ന് നടക്കുന്നുണ്ട്. വൈകുന്നേരം തെക്കേ ചേരുവാര മഹോത്സവ ദിനമായ ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് 4 മണിക്ക് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം, തുടർന്ന് ദീപാരാധനയ്ക്കും വെടിക്കെട്ടിന് ശേഷം വൈകിട്ട് സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ അതുൽ നർഗര അവതരിപ്പിക്കുന്ന മെഗാ ഫോക്ക് മ്യൂസിക് ഷോ, വടക്കേ ചേരുവാര മഹോത്സവ ദിനമായ ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടൽ, തുടർന്ന് തിരുപിടുത്തം. അതിനുശേഷം ഫ്ലവേഴ്സ് സ്റ്റാർ സിംഗർ ശ്രീഹരി നയിക്കുന്ന വള്ളുവനാട് കൃഷ്ണ കലാനിലയത്തിന്റെ ഞാറ്റുപാട്ട് ഫോക്ക് മെഗാ ഷോയും നടക്കും. ചേർത്തല അക്ഷരജ്വാല കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കലാസാഹിത്യ സംഗമം ചേർന്ന് പ്രതിഭകളെ ആദരിച്ചു. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റിട്ടയർഡ് ജഡ്ജി അബ്ദുൾ സത്താർ ഉദ്ഘാടനം ചെയ്തു. അക്ഷരജ്വാല പ്രസിഡന്റ് ശർമിള ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ പുന്നപ്ര ജ്യോതികുമാർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. പ്രഭാഷകൻ ജോസഫ് മാരാരിക്കുളം, റിട്ടയർഡ് റെയിൽവേ സൂപ്രണ്ട് ദയാനന്ദൻ, അക്ഷരജാല ട്രഷറർ വിജയൻ എരമല്ലൂർ, സെക്രട്ടറി PS സുഗന്ധപ്പൻ, എക്സിക്യൂട്ടീവ് അംഗം ഗീത കണിച്ചുകുളങ്ങര തുടങ്ങിയവർ പ്രസംഗിച്ചു. തീർച്ചയായിട്ടും ഇന്ന് സാഹിത്യകാരന്മാരുടെ സമൂഹത്തിൽ അവർ നൽകേണ്ട വിലകൾ നമ്മുടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞു. അച്ഛൻ മകനെ, മകൻ അച്ഛനെയും. ഇന്നിപ്പോ ഒരു ഭാര്യ ഭർത്താവ് വഴക്കിട്ട് ഞാൻ 2 മണി ദിവസം വെച്ചപ്പോഴത്തേക്കും ഭാര്യയെ കുത്തിക്കൊണ്ടിരുന്നു. നമ്മളിപ്പോ ന്യൂസ് TV നോക്കുന്നെങ്കിൽ നെഗറ്റീവ് ന്യൂസുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സാഹിത്യകാരന്മാരുടെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ഇരവുകാട് ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കർഷക അവാർഡ് ജേതാവ് KP ശുഭകേശൻ ഉദ്ഘാടനം ചെയ്തു. ഇരവുകാട് വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തളിർ ജൈവ കർഷക കൂട്ടായ്മയുടെയും ടെമ്പിൾ ഓഫ് ഇംഗ്ലീഷ് സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിഷരഹിത ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. ടെമ്പിൾ ഓഫ് ഇംഗ്ലീഷ് സ്കൂളിന് സമീപം നടന്ന ചടങ്ങ് ദേശീയ സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് KP ശുഭകേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജൈവ പച്ചക്കറിയുടെ തൈനടിയിൽ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വിഷുവിനോടനുബന്ധിച്ച് വിളവെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ കൃഷി ഒരുക്കിയിരിക്കുന്നത്. അതായത് 9 ഇനം പച്ചക്കറി ഇവിടെയുണ്ട്. പാവല്, പടവലം, വെണ്ട, പയറ്, ചീര, മുളക്, തക്കാളി, ഇതെല്ലാ പച്ചക്കറികളും നമുക്ക് വിഷുവിന് വിളവെടുക്കാവുന്ന പാകത്തിൽ ഇവിടെ റെഡിയാകുന്നതിനുള്ള യാതൊരു സംശയമില്ല. ഇരവുകാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തളിർ ജൈവകർഷക കൂട്ടായ്മയുടെയും ഒപ്പം ടെമ്പിൾ ഓഫ് ഇംഗ്ലീഷിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ കൃഷി ആരംഭിക്കുന്നത്. വിഷരഹിതമായ ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിഷരഹിതമായ പച്ചക്കറി കൃഷി വ്യാപനം നടത്തുന്നതിലൂടെ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാം എന്നുള്ള ഒരു നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കൃഷി ഇവിടെ ആരംഭിക്കുന്നത്. ഇത് നമ്മളുടെ വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല കൂട്ടായ്മകളും ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് വന്ന് ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാം. കൗൺസിലർ സൗമ്യരാജ് അധ്യക്ഷത വഹിച്ചു. സത്യദേവൻ, P രാധാകൃഷ്ണൻ, S പ്രദീപ്, TR ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. സുബ്രഹ്മണ്യ സ്തുതികളാൽ മുഖരിതമായി ചൊവ്വാഴ്ച തൈപ്പൂയ മഹോത്സവം. ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. കരപ്പുറത്തിന്റെ പഴനിമല എന്നറിയപ്പെടുന്ന ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പുലർച്ചെ തന്നെ ചടങ്ങുകൾ തുടങ്ങും. രാവിലെ കാവടി അഭിഷേകം, തൈപ്പൂയ അർച്ചന എന്നിവ നടക്കും. തുടർന്നാണ് പ്രസിദ്ധമായ പൂയം തൊഴൽ, ചിന്തുപാട്ട്, കാഴ്ചശ്രീബലി, സ്പെഷ്യൽ നാദസ്വരം, സ്പെഷ്യൽ പഞ്ചവാദ്യം,
പഞ്ചാരിമേളം, സംഗീത സദസ്സ് തുടങ്ങിയ കലാപരിപാടികൾ നടക്കും. രാത്രി ആറാട്ടിനും വലിയ കാണിക്കയ്ക്കും ശേഷം കൊടിയിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തി. പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത്. അർത്തുങ്കൽ തൈക്കലിൽ പ്രവർത്തിക്കുന്ന ബാർ അജ്ഞാതർ അടിച്ചു തകർത്തു. ഞായറാഴ്ച രാത്രി 8 മണിക്കായിരുന്നു അക്രമം. മാരാരിക്കുളത്ത് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം. ജനങ്ങൾ റോഡിൽ വാഴയും മാറാമ്പും വെച്ച് പ്രതിഷേധിച്ചു. വളവനാട് പ്രദേശത്ത് കുടിവെള്ളമില്ലാത്തതിൽ പ്രതിഷേധം. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.